ബിഗ് ബോസ് ഇപ്പൊ അവർക്കൊരു രസകരമായ ഒരു ഡെയിലി ടാസ്ക് കൊടുത്തു. ഇന്നലത്തെ പോലത്തെ ഫിസിക്കൽ ടാസ്ക് ഒന്നും അല്ല. ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ആരെയാണ് പറയുന്നതെന്ന് ഗസ് ചെയ്തെടുത്ത് പറയണം. രതീഷാണ് മോഡറേറ്റർ. അപ്പൊ ഈ ഒരു ടാസ്കിൽ എല്ലാവരും മുന്നോട്ട് വന്നതെന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ട് തോന്നിയത് മാത്രം നമുക്കെടുത്ത് പറയാം. സിജോ മുന്നോട്ട് വന്ന് നോറയ്ക്കെതിരെ ഒരു ഗെയിം കളിച്ച പോലെ തോന്നി. സിജോ 3 ഹിന്റുകളാണ് മെയിൻ ആയിട്ടും കൊടുത്തത്. പക്ഷെ 3ഉം കുറയ്ക്ക് കൊള്ളുന്ന പോലത്തെ നല്ല ഒന്നാന്തരം പോയിന്റുകളായിരുന്നു, കിടിലം പോയിന്റുകളായിരുന്നു. ഈ വീട്ടിൽ നമ്മൾ 25 പേര് മത്സരിക്കാൻ വന്നു എന്ന് വിചാരിക്കുക. 26ാമത്തെ ആളോട് സംസാരിക്കുന്ന വ്യക്തി ഒരു വഞ്ചിയിൽ കാലിട്ട് നിൽക്കെ തന്നെ അപ്പുറത്തൂടെ ഒരു വഞ്ചി പോകുമ്പോൾ അതിലും കാലിടാൻ നോക്കുന്ന വ്യക്തി, ഭാഗ്യം എന്തൊരു കാരണം കൊണ്ടും, ഭാഗ്യം മാത്രമല്ല പക്ഷെ ഭാഗ്യം കൊണ്ടും ഇവിടെ നിന്ന് പോകുന്ന ഒരു വ്യക്തി. ഈ 3 പോയിന്റുകൾ മാത്രം മതി നോറ എന്ന മത്സരാർത്ഥിയെ പൊളിച്ചടുക്കാൻ എന്ന് സിജോ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും 3 എണ്ണം എടുത്ത് വീശിയത്. അവർ ഗസ് ചെയ്യുന്നുണ്ട്. അതായത് 3 എണ്ണം, ആ 3 എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ ജിൻഡോ മുന്നോട്ട് വന്ന് നന്ദനെ കുറിച്ച് പറയുന്നു, ബുദ്ധിയില്ല, ആരെയും പേടിയില്ല, പാവമാണ് എന്ന്. ആരും ഗസ് ചെയ്തില്ല. അതുകൊണ്ടാണ് എനിക്കത് ആ ഒരു 3 പോയിന്റുകൾ വളരെ നന്നായിട്ട് തോന്നിയത്. പിന്നെ അഭിഷേക് ജാസ്മിനെ കുറിച്ച് പറയുന്നു, തെറ്റുകൾ തിരുത്താറില്ല, ബഹുമാനമില്ല, ഭയങ്കര വാശിയാണ് എന്ന്. അത് നല്ല 3 ഹിന്റുകളായിരുന്നു. എങ്കിലും നന്ദനയ്ക്ക് പെട്ടെന്ന് ഗസ് ചെയ്തെടുക്കാൻ സാധിച്ചു. ജാസ്മിനെയാണ് പറഞ്ഞത്. ഈ ടാസ്കിന്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ നെസ്റ്റും പവറും ആണ് ടൈ ആയത്. അപ്പോൾ ഒരു ടൈ ബ്രേക്കർ റൗണ്ട് നടന്നു. ടൈ ബ്രേക്കർ കഴിഞ്ഞിട്ടും ടൈ ആയി തന്നെ അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ഗബ്രി നന്ദനെ മുന്നോട്ട് വരുന്നു. നന്ദനയുടെ ഹിന്റുകൾ ശരിയല്ലാത്തതുകൊണ്ട് ശ്രീരേഖ വരുന്നുണ്ട് പിന്നീട് പവർ ടീമിന്റെ സൈഡിൽ നിന്ന്. ഗബ്രി പറയുന്നു, ഇമോഷണലി വീക്ക് സ്ട്രോങ് പ്ലെയർ, നാക്കിന് എല്ലില്ല എന്ന്. ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ജാസ്മിനെ കുറിച്ചാണ് പറഞ്ഞത്. ശ്രീരേഖ പറയുന്നു, ഇടയ്ക്ക് വീക്കായി, എല്ലാരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട്, ഇപ്പോ ഷാഡോയിലാണ് എന്ന് പറയുന്നു. അഭിഷേകിനെ കുറിച്ചാണ് പറഞ്ഞത്. ടൈ എന്നിട്ടും ബ്രേക്ക് ആയില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു ടാസ്ക് അവസാനിക്കുന്നുണ്ട്. നല്ല ഒന്നാന്തരം ഒരു അലർന്ന ടാസ്ക് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു 1/2 മണിക്കൂർ ബേസിക്കലി ഒന്നും തന്നെ നടന്നില്ല എന്നുള്ള പോലെ തോന്നി. എന്ന് വെച്ചാൽ ആരുടെയും ഒരു പോയിന്റുകളൊന്നും ഏഷ്യയില്ല എന്നുള്ള പോലെ തോന്നി. 3 പേരുടെ പോയിന്റുകളാണ് ആകെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തത്. പേഴ്സണൽ അഭിപ്രായമാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.